എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ഏകാദശ സ്കന്ധം അധ്യായം 13 ഇന്ന് ആരംഭിക്കുന്നു. 13ാമത്തെ അധ്യായത്തില് സത്വരജസ് തമോ ഗുണങ്ങള് മനസ്സിനെ വിഷയങ്ങളിലേക്ക് ചലിപ്പിക്കും. അപ്പോ ഏകാഗ്രത കിട്ടില്ല. അതുകൊണ്ട് ത്രിഗുണങ്ങളെ ജയിക്കണം. സത്വഗുണത്തെ രജസ്തമസുകളെ ജയിക്കാം. സാത്വികമായ ആഹാരം, സാത്വികമായ ജീവിതം, സാത്വിക ഉപാസന, ഇതുകൊണ്ടൊക്കെ സത്വഗുണം വർദ്ധിക്കും. രജസ്തമസുകള് ചുരുങ്ങും. സത്വവർദ്ധനയിൽ നിന്ന് ജ്ഞാനം ഉണ്ടാകും. എല്ലാ വിഷയവാസനകളും നശിച്ച് പരമാനന്ദാനുഭവത്തിലെത്തും. അപ്പൊ ഉദ്ധവൻ ചോദിച്ചു, 5ാമത്തെ ചോദ്യം, വിഷയസുഖങ്ങളെ അനുഭവിക്കുന്നത് ആപത്താണെന്ന് അറിഞ്ഞിട്ടും അറിവുള്ളവര് കൂടി വിഷയങ്ങളെ ലജ്ജയില്ലാതെ അനുഭവിക്കുന്നു. എന്താ ഭഗവാനെ ഇതിനുള്ള കാരണം? അപ്പൊ ഭഗവാൻ പറഞ്ഞു, ഈശ്വരനെ മറക്കുമ്പോ ദേഹാഭിമാനം വർദ്ധിക്കണം. ശാസ്ത്രജ്ഞാനം ഉണ്ടായാലും ആത്മജ്ഞാനം ഇല്ലെങ്കിൽ ദേഹാഭിമാനം നശിക്കില്ല. ദേഹഗേഹാദികളിൽ അഭിമാനം കൂടുന്തോറും കാമക്രോധാദികൾ വർദ്ധിച്ച് സംസാര ദുഃഖത്തില് മുങ്ങണു. വാസനയോടുകൂടി എല്ലാ ദുഃഖങ്ങളും നശിക്കണമെങ്കിൽ മനസ്സ് ഈശ്വരങ്കൽ ഉറച്ചു നിൽക്കണം. ഭക്തിജ്ഞാന യോഗങ്ങളുടെ രഹസ്യം മനസ്സിലെ വിഷയവാസനകളെല്ലാം നശിച്ച് ചിത്തവൃത്തികൾ ഭഗവാൻകലായിത്തീരുക എന്നതാണ്. ഈ തത്വം പണ്ട് സനകാദികൾക്ക് ഞാൻ ഹംസാവതാരത്തിൽ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഉദ്ധവൻ ചോദിച്ചു, 6ാമത്തെ ചോദ്യം, സനകാദികൾക്ക് ഏതു കാലത്ത് എങ്ങനെയാ ഭഗവാനെ അവിടുന്ന് ഹംസാവതാരം എടുത്ത് യോഗതത്വം ഉപദേശിച്ചത് എന്ന് കരുണ ചെയ്ത് പറഞ്ഞു തന്നാലും. ഭഗവാൻ പറഞ്ഞു, പണ്ട് ബ്രഹ്മാവിന്റെ മാനസപുത്രന്മാരായ സനകാദികൾക്ക് പിതൃസന്നിധിയിൽ ചെന്ന് ഒരു സംശയം ചോദിക്കുകയാണ്. അല്ലയോ പിതാവേ, മനസ്സ് വിഷയങ്ങളിലും വിഷയങ്ങൾ മനസ്സിലും അന്യോന്യം ബന്ധിച്ചു നിൽക്കണം. മനസ്സിൽ നിന്നും വിഷയങ്ങൾ പോയാൽ മാത്രമേ മോക്ഷം കിട്ടുള്ളൂ. അപ്പൊ വിഷയങ്ങളിൽ നിന്നും മനസ്സിനെ എങ്ങനെ വേർതിരിക്കുക? രജോ ഗുണപ്രധാനിയായ ബ്രഹ്മാവിന് പെട്ടെന്ന് മറുപടി പറയാൻ കഴിഞ്ഞില്ല. സംശയ നിവൃത്തിക്കായിട്ട് അദ്ദേഹം എന്നെ ധ്യാനിച്ചു. ഹേ ഉദ്ധവ, ഞാൻ ഒരു ഹംസരൂപത്തിൽ അവരുടെ മുമ്പിൽ പ്രകാശിച്ച് ക്ഷീരനീരങ്ങൾ കൂടിക്കലർന്നതിൽ നിന്നും ഹംസം ക്ഷീരത്തെ വേർതിരിച്ചെടുക്കുന്നത് പോലെ മനസ്സ്, ഇന്ദ്രിയങ്ങൾ, വിഷയങ്ങൾ ഇവയിൽ നിന്നും ജീവനെ വേർതിരിച്ചെടുക്കാനുള്ള കഴിവ് എനിക്കുണ്ട് എന്ന് കാണിക്കാനാണ് ഞാൻ ഹംസരൂപത്തെ എടുത്തത്. ബ്രഹ്മദേവൻ അവിടുന്ന് ആരാണ് എന്ന് ചോദിച്ചു. ആ ചോദ്യത്തെ തന്നെ ഖണ്ഡിച്ചുകൊണ്ട് ഞാൻ അവരുടെ സംശയത്തിന് സമാധാനം പറഞ്ഞു കൊടുത്തു. ഇന്ദ്രിയങ്ങൾ വഴി മനസ്സ് വിഷയത്തിൽ ആവേശിക്കുന്നു. വിഷയങ്ങൾ ഇന്ദ്രിയങ്ങൾ വഴി മനസ്സിലും ആവേശിക്കുന്നു. മനസ്സോ ഇന്ദ്രിയങ്ങളോ വിഷയങ്ങളോ അല്ലല്ലോ ആത്മാവ്. ഇന്ദ്രിയങ്ങളെ കൊണ്ട് മനസ്സ് ചെയ്യിപ്പിക്കുന്ന പ്രവൃത്തികൾക്ക് വെറും സാക്ഷിയായ ജീവൻ എങ്ങനെയാ ഉത്തരവാദിയാവുക? അതുകൊണ്ട് ദേഹേന്ദ്രിയാദികളിലുള്ള അഹങ്കാരമാണ് ജീവനെ ബന്ധിപ്പിക്കുന്നത്. ശരീരമോ മനസ്സോ ഇന്ദ്രിയങ്ങളോ അല്ല ഞാൻ എന്ന ബോധം അനുഭവപ്പെടുകയാണ് വേണ്ടത്. യഥാർത്ഥത്തിൽ പ്രപഞ്ചം ഇല്ലാത്തതാണ്. ഉണ്ടെന്ന് തോന്നിക്കുന്നത് മനസ്സാണ്. ഒരേ ഒരു തീക്കൊള്ളി വട്ടത്തിൽ തിരിച്ചാൽ തീ വട്ടത്തിലാണെന്ന് തോന്നും. അതുപോലെ ഏകമായ ആത്മാവിനെ മനസ്സിന്റെ ഭ്രമത്താൽ അനേകമായി തോന്നുകയാണ്. മനസ്സ് ഒതുങ്ങിയാൽ പിന്നെ സംസാരമില്ല. ശരീരം, മനസ്സ്, ഇന്ദ്രിയങ്ങൾ, വിഷയങ്ങളെല്ലാം, സുഖദുഃഖങ്ങളെല്ലാം മനക്കൽപ്പിതങ്ങളാണ്. മനസ്സ് ഭഗവത് സ്വരൂപത്തിൽ ലയിച്ചാൽ പിന്നെ ഈ കാണുന്ന പ്രപഞ്ചം ഇല്ലാത്തതെന്ന് അനുഭവപ്പെടും. സ്വപ്നത്തിൽ കണ്ട വസ്തുക്കളോട് പിന്നെ ബന്ധമില്ലാത്തതുപോലെ ആത്മജ്ഞാനം ഉണ്ടായി കഴിഞ്ഞാൽ വിഷയങ്ങളോടുള്ള ബന്ധവും നശിക്കുന്നു. ഇത്രയും കേട്ടപ്പോ സനകാദികളുടെ സംശയം തീർന്ന് അവര് എന്നെ പൂജിച്ചു. ഞാൻ അവിടെ അന്തർധാനവും ചെയ്തു. ഹേ ഉദ്ധവ, മനസ്സിനെ പരമാത്മസ്വരൂപത്തിൽ ഉറപ്പിക്കുക. അതിന് സത്സംഗദ്വാര ഉണ്ടാകുന്ന ഭക്തി തന്നെയാണ് ഉദ്ധവ എളുപ്പവഴി. നമുക്ക് അധ്യായത്തിലേക്ക് കടക്കാം. അഥ ശ്രീമൽ ഭാഗവത ഏകാദശ സ്കന്ധ ത്രയോദശോധ്യായ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി
ഇതി ഭാവയാമി. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേൽ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ഗംഗണപതയേ നമഃ. സംസരസ്വത്യൈ നമഃ. ഗുരുഭ്യോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീഭഗവാൻ ഉവാച. സത്വം രജസ്തമ ഇതി ഗുണാ ബുദ്ധേർന ജാത്മന സത്വേനാന്യതമോ ഹന്യാൽ. സത്വേന സത്വം സത്വേന ജൈവഹി. സത്വഗുണം വർദ്ധിക്കുമ്പോ വിദ്യ ഉണ്ടാവും. അപ്പോ മനസ്സിനുള്ള ഗുണബന്ധം നശിക്കുമെന്ന് ഈ 13-ാമത്തെ അധ്യായത്തിലെ ഹംസേതിഹാസത്താൽ പറയുന്നു ഭഗവാൻ. വിദ്യയാകുന്ന വാളിനാൽ ജീവോപാധിയെ ഖണ്ഡിക്കുക എന്ന് കഴിഞ്ഞ അധ്യായത്തില് പറഞ്ഞു. ഇപ്പൊ വിദ്യാവിരോധികളായ തമസ് രജസ് എന്ന 2 ഗുണങ്ങളുള്ളപ്പോ വിദ്യ എങ്ങനെ ഉണ്ടാകും എന്ന് സംശയം ഉണ്ടാവുമല്ലോ. അവ ആത്മധർമ്മങ്ങളല്ല, നശിപ്പിക്കാൻ മാർഗമുണ്ട് എന്ന് സമാധാനം പറയണം. സത്വം രജസ് തമസ് എന്ന ഗുണങ്ങള് പ്രകൃതിയുടെ വ്യഷ്ട്യംശമായ ബുദ്ധിയുടെ ധർമ്മങ്ങളാണ്, ആത്മധർമ്മങ്ങളല്ല. ആ 3 ഗുണങ്ങളിൽ വെച്ച് ഉത്കൃഷ്ടമായ സത്വഗുണം കൊണ്ട് മറ്റു 2 ഗുണങ്ങളെ ആദ്യം നശിപ്പിക്കണം. പിന്നെ സത്വഗുണത്തെ അതിന്റെ അതിനിർമ്മലാംശത്താൽ തന്നെ നശിപ്പിക്കാം. സത്വം പുഷ്ടിപ്പെടുന്തോറും ശുദ്ധമായി വരികയും അവസാനം താനെ തന്നെ നശിക്കുകയും ചെയ്യും ആണ് ഭഗവാൻ പറഞ്ഞതിന്റെ സാരം. സത്വാൽ ധർമ്മോ ഭവേൽ വൃദ്ധാൽ പുംസോ മൽഭക്തി ലക്ഷണ സാത്വികോ വാസയാ സത്വം തതോ ധർമ്മ പ്രവർത്തതേ. രജസ്തമസ്സുകള് അന്ധകരണത്തെ മലിനമാക്കും. ശുദ്ധമായ സത്വഗുണത്തിന് മാത്രമേ അവയെ നശിപ്പിക്കാൻ ശക്തിയുള്ളൂ. സത്വം എങ്ങനെയാണ് മറ്റു ഗുണങ്ങളെ നശിപ്പിക്കുന്നതെന്നാൽ സത്വം വർദ്ധിക്കുമ്പോൾ മാത്രമേ എന്നില് ഭക്തി ഉണ്ടാവുകയുള്ളൂ ഉദ്ധവ. അതുകൊണ്ട് സത്വാഭിവൃദ്ധിക്ക് ഹേതുക്കളായ പദാർത്ഥങ്ങളെ മാത്രമേ ആഹാരമായിട്ട് ഉപയോഗിക്കാവൂ. അങ്ങനെ സത്വഗുണത്തെ വർദ്ധിപ്പിച്ചാൽ രജസ്സും തമസ്സും ക്രമേണ നീങ്ങും. അവ രണ്ടും കുറഞ്ഞു വരുന്തോറും പരമാർത്ഥ ജ്ഞാനം ഉണ്ടായിത്തുടങ്ങും. അങ്ങനെ ഉണ്ടാകുന്ന യഥാർത്ഥ ജ്ഞാനത്തിന്റെ പ്രകാശം തന്നെ ഭക്തി. എന്റെ സ്വരൂപത്തെ വഴിപോലെ അറിയുന്നതാണ് ഭക്തി. അത് തന്നെ ധർമ്മം. സത്വഗുണം വർദ്ധിച്ചു വരുന്തോറും ഭക്തി ലക്ഷണമായ ധർമ്മവും വർദ്ധിച്ചു വരും. ധർമ്മോ രജസ്തമോ ഹന്യാൽ സത്വവൃദ്ധിരനുത്തമ ആശു നശ്യതി തന്മൂലോ അധർമ്മ ഉഭയേ ഹതേ. സത്വാഭിവൃദ്ധിയെ അനുസരിച്ച് വർദ്ധിച്ചു വരുന്ന ഉത്തമ ഭക്തി രജസിനെയും തമസിനെയും നശിപ്പിക്കും. ഈ 2 ഗുണങ്ങൾ അധർമ്മ ബീജങ്ങളാകയാൽ ഇവയുടെ നാശത്തെ അനുസരിച്ച് അധർമ്മവും നശിച്ചു തുടങ്ങും. അതിനാൽ സത്വഗുണം എത്രത്തോളം വേഗത്തിൽ വർദ്ധിച്ചു വരുമോ അത്രയും വേഗത്തിൽ അതിനെ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കേണ്ടതാകുന്നു. ആഗമോപപ്രജാദേശ കാലകർമ്മജ ജന്മജ ധ്യാനം മന്ത്രോധ സംസ്കാരോ ദശൈതേ ഗുണഹേതവ. സത്വത്തെ വർദ്ധിപ്പിക്കുന്ന 10 സാധനങ്ങള് ശാസ്ത്രം, ജലം, ജനം, സ്ഥലം, സമയം, പ്രവൃത്തി, ജന്മം, ധ്യാനം, മന്ത്രം, സംസ്കാരം ഇവയാകുന്നു. തത്തൽ സാത്വികമേവേഷാം യദ്യൽ വൃദ്ധാ പ്രചക്ഷത്തെ നിന്ദന്തി താമസം തത്തത് രാജസം സതുപേക്ഷിതം. മേൽപ്പറഞ്ഞ ഗുണഹേതുക്കളായ 10 സംഗതികളിൽ 10 സംഗതികളില് അറിവുള്ളവർ ഏതേതിനെ ശ്രേഷ്ഠമെന്ന് പറയുന്നുവോ അവ തന്നെ സത്വഗുണത്തെ വർദ്ധിപ്പിക്കുന്നുവ. സത്തുക്കള് ഏതേതിനെ നിന്ദിക്കുന്നുവോ അവ തമോ ഗുണത്തെ വർദ്ധിപ്പിക്കുന്നവയാകുന്നു. സ്തുതിക്കുകയും നിന്ദിക്കുകയും ചെയ്യാതെ സത്തുക്കൾ ഏതേതിനെ ഉദാസീന ഭാവത്തിൽ ഉപേക്ഷിച്ചിരിക്കുന്നുവോ അവ
രജോ ഗുണത്തെ വർദ്ധിപ്പിക്കുന്നവയാകുന്നു. ബാക്കിയുള്ള ശ്ലോകങ്ങൾ നാളെ നോക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.